പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ വീണ്ടും CPM CPI ചർച്ച. ഈ മാസം 14-നാണ് ഉഭയകക്ഷി ചർച്ച. അരുൺ വിവരങ്ങളുമായി ചേരും. അരുണ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം ഈ വിഷയത്തിൽ ഒരു ചർച്ചയില്ല, CPM ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ CPI കടുപ്പിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട LDF യോഗവും മുടങ്ങിയ സാഹചര്യമുണ്ട്. എന്താണ് പുതിയ നീക്കം? അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞ CPM സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ പ്രതിപക്ഷതടക്കമുള്ളവർ തള്ളിക്കളഞ്ഞ ഒരു വിഷയമാണ്. പ്രതിപക്ഷ ഉപനേതൃ പദവി സംബന്ധിച്ച് കഴിഞ്ഞ കാര്യം ഇനി അതിൽ ചർച്ച വേണ്ട എന്നാണ് പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. വലിയ പ്രകോപനം CPIക്ക് ഉണ്ടാക്കിയിരുന്നു. CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പിന്നീട് ഇടപെട്ടിരുന്നു. അതിനെ തുടർന്നാണ് അടഞ്ഞ അധ്യായം വീണ്ടും തുറക്കുന്നത്. CPM ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 14-ന് ചർച്ച നടക്കും. MN സ്മാരകത്തിൽ ചർച്ച നടക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അന്ന് ചേരുന്നുണ്ട്. CPIയുടെ നേതൃയോഗവും അതേ ദിവസം ചേരുന്നു. ആ സാഹചര്യത്തിലാണ് അന്ന് തന്നെ ഈ ചർച്ച വയ്ക്കാൻ CPIയും തീരുമാനിച്ചിരിക്കുന്നത്. CPM CPI ചർച്ചയ്ക്ക് ക്ഷണിക്കുകയായിരുന്നു. ഏതായാലും അടഞ്ഞ അധ്യായം എന്ന് പറയുമ്പോഴും CPIയുടെ കടുത്ത അതൃപ്തിയും എതിർപ്പും പരിഗണിച്ചുകൊണ്ട് ആ വിഷയത്തിൽ വീണ്ടും ചർച്ച നടത്താനാണ് CPMന്റെ തീരുമാനം. KN ബാലഗോപാലിനെ പ്രതിപക്ഷ ഉപനേതാവാക്കാനാണ് CPM നേരത്തെ തീരുമാനമെടുത്തത്. K രാജന് വേണ്ടി CPIയും ആവശ്യം ഉന്നയിച്ചു. CPI നേതൃത്വം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അത് മുന്നണിയെ അറിയിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ CPM നേതൃത്വവുമായി ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതെന്ന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞാണ് CPMനെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ടാണ് അതിന് വിട്ടുവീഴ്ച വേണ്ട നിലപാടിലേക്ക് CPM എത്തിയത്. ഏതായാലും വീണ്ടും ഈ വിഷയം വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ ചർച്ചയ്ക്ക് CPM തയ്യാറെടുക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം വിട്ടുകൊടുക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ തർക്കത്തിന്റെ പേരിൽ ഇതുവരെ ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷിയോഗം ചേർന്നിട്ടില്ല. ഇടതുമുന്നണി സംസ്ഥാന നേതൃയോഗം ചേരുന്നതും അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. ആ സാഹചര്യങ്ങളിലൊക്കെയാണ് പ്രശ്നപരിഹാരത്തിന് ഒരു ചർച്ചയിലേക്ക് രണ്ടു പാർട്ടികളും വീണ്ടും കടക്കുന്നത്. ശരിയായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.